ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ച കൂന്തൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതപ്പോൾ നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് വിസിലടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഇട്ടാൽ മതി. അത് താനെ അതിൽ കുറച്ച് വെള്ളം വന്നോളും. അപ്പോൾ നമ്മളതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളത് തുറക്കാതെ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഒക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയിൽ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 കഷ്ണാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് വലിയ ഒരു സവാള ഇതുപോലെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം നമുക്ക് കേട്ടോ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി വാട്ടിയെടുക്കാം. ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് വാടി കുഴഞ്ഞ് വരണം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കൂന്തൽ വേവിച്ച് വെച്ചതാണ്. അതാ അതിൽ ഇത്ര വെള്ളേ വന്നിട്ടുള്ളൂ. അതും ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിളച്ച് വരണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സായി വരണമല്ലോ. അതിനായിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. മൊത്തത്തിൽ ഇനിയിപ്പോൾ ഇത് ഒരുപാട് വേവിക്കരുത് കേട്ടോ. അപ്പോൾ റബ്ബർ പോലെ ആവും, കടിച്ചാലൊന്നും ഒരു ഇത് കിട്ടാതാവും. നമ്മൾ ഇത്ര വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന വരെ ഇതാക്കിയാൽ മതി. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഇളക്കി മിക്സാക്കുക. ലാസ്റ്റ് നമ്മുടെ കൂന്തൽ റോസ്റ്റിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നല്ല കിഡിലൻ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.